സൂപ്പർവൈസറിലാന്ന് തോന്നുന്നു. ഡാഗിനി അമ്മൂമ്മ സൂപ്പർവൈസർ പെണ്ണമ്മ ഒരു നാടൻ കലാകാരി കൂടിയാണ്. ഓ, മാനേജർ സാർ പറഞ്ഞിരുന്നു ഇന്ന് ആരോ വരുമെന്ന്, പുതിയ തൂപ്പുകാരി വരുമെന്ന് പറഞ്ഞിരുന്നു. തൂപ്പുകാരി എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. സൂപ്പർവൈസർ അങ്ങനെ വിളിച്ചാൽ മതി. ചേട്ടത്തിക്ക് ഈ ജോലിയിൽ വല്ല മുൻപരിചയമൊക്കെ ഉണ്ടോ? കേക്കണില്ലേ? ചേട്ടത്തിക്ക് മുൻപരിചയം വല്ല ഉണ്ടോ? അതെ, 25 വർഷം മുമ്പുള്ള കഥയല്ല ഞാൻ ചോദിച്ചത്, ഇപ്പോഴത്തെയാണ്. ഏതായാലും ഡോക്ടറെ കണ്ടതിന് ശേഷം നമുക്ക് ജോലി ആരംഭിക്കാം. എന്താ? അതെന്താണാവോ? നൂഡിൽസ് ആണോ? അപ്പൊ ഉച്ചക്കോ? സാൻഡ്വിച്ച് അല്ലേ? അപ്പൊ രാത്രിയോ? ഷവർമ. ഏതായാലും ഷവർമയും ഞാഞ്ഞൂളും നേരത്തെ ഇവിടെ കിട്ടില്ല. രാവിലെ പഴങ്കഞ്ഞി, ഉച്ചയ്ക്ക് കഞ്ഞിയും പയറും, രാത്രി കഞ്ഞിയും കപ്പയും. ഇതൊക്കെയാണ് ഇവിടുത്തെ ഫുഡ്. അങ്ങനെയാണെങ്കിൽ ചേട്ടത്തി പോകുന്നതായിരിക്കും നല്ലത്. അത് വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാം. വേറെന്തെങ്കിലും? ദിവാകരനാ? അതാരോ ഭർത്താവാണോ? എന്നാലേ ഇതൊന്നേ, നമ്മുടെ ശിഷ്യനുണ്ട്, ആള് മോശമില്ല. ഞാനും ശിഷ്യനും ചേട്ടത്തിയും ഇങ്ങോട്ട് വാ, ഒരു അര മേടിച്ച് 3 ആക്കാം. എന്താ? വേറെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഈ പാട്ടുപാടി ഭ്രാന്ത് മാറ്റുന്നൊക്കെ പറഞ്ഞ ചേട്ടത്തിയാണോ? ഞാൻ തന്നെ ഇടം നൽകിയ ഒരു പാട്ടിന്റെ 4 വരി ഞാൻ പാടി കേൾപ്പിക്കാം. പോകാടി പെണ്ണുങ്ങളെ, പോകാടി പെണ്ണുങ്ങളെ, തമ്പ്രാന്റെ പാടത്ത് പോകാടി, പോകാടി പെണ്ണുങ്ങളെ, പോകാടി പെണ്ണുങ്ങളെ, തമ്പ്രാന്റെ പാടത്ത് നടി. നിർത്ത്. ഈ പാട്ട് കേട്ടാ ഇവിടുത്തെ ഭ്രാന്തന്മാരുടെ എല്ലാ ഭ്രാന്തന്മാരും എനിക്ക് ഭ്രാന്തം വരും. വേറെന്താ ഉള്ളത്? രണ്ടാമത്തെ കാര്യം ഓർമ്മക്കുറവുണ്ട്. എന്താ പറ്റിയേ? അപ്പോ സംഗതി 3 in 1. തൂപ്പ് ജോലി, തൂപ്പ് പാട്ട്, ഭ്രാന്ത് പാട്ട്, ഭ്രാന്ത് ചികിത്സ അല്ലേ? ഡോക്ടറെ കണ്ടതിന് ശേഷം നമുക്ക് ജോലി ആരംഭിക്കാം. വേഗം പൊക്കോ. തിലകൻ ചേട്ടൻ പറഞ്ഞ പോലെ സൈക്കോസിന്റെ പല വസ്താന്തരം കണ്ടിട്ട് ഇത്രയും ചീഞ്ഞ അറിയത് ഇത് ആദ്യമായിട്ടാണ്. നമ്മുടെ സെക്യൂരിറ്റി എല്ലാം ഓക്കെ അല്ലേ? അതെല്ലാം ഓക്കെയാണ് സാർ. അവർ ആവശ്യപ്പെട്ട പോലെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം മെയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ തന്നെ മെയിൽ ചെയ്ത് കഴിഞ്ഞല്ലോ. എന്നിട്ടും അദ്ദേഹം നേരിട്ട് വരണമെങ്കിൽ അതിലെന്തോ വലിയ കുഴപ്പമുണ്ട്. വലിയ കുഴപ്പമില്ല. ഞാൻ പോയൊരു ചായ കൊടുക്കും. നമുക്കിന്നൊരു പ്രധാന ഗസ്റ്റ് ഉണ്ട്. ശരി സാർ.
മുഖത്തൊരു കള്ള ലക്ഷണം, ഒന്ന് സൂക്ഷിക്കണം. യെസ്, ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ഇറ്റ്സ് എ ടോപ്പ് സീക്രട്ട്. നിങ്ങൾ കുറച്ചുപേർക്ക് ഇതറിയൂ, പക്ഷെ നിങ്ങൾ രണ്ടുപേരും കൂടി ഇത് അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാനാവും. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ അസം ഫിത്തൂർ എന്നൊരാളെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയില്ലേ? അവൻ ആസൂത്രണം ചെയ്തിട്ടുള്ള സ്ഫോടനങ്ങളുടെ പ്ലാൻ ഞങ്ങൾ ചോർത്തിയിട്ടുണ്ട്. ഈ നഗരത്തിൽ പലയിടങ്ങളിലായി മോളുകളിലും ഫാക്ടറികളിലും മറ്റും സൂക്ഷിച്ചിട്ടുള്ള അമോണിയ ഉൾപ്പെടെയുള്ള രാസവസ്തുക്കൾ അടങ്ങിയ ടാങ്കറുകൾ ഒറ്റ രാത്രി കൊണ്ട് ബോംബ് വെച്ച് തകർക്കുക. അങ്ങനെ ആയിരക്കണക്കിന് ജനങ്ങളെ കൊല്ലുക. അതാണ് അവന്റെ പ്ലാൻ. ആ പ്ലാൻ നമുക്ക് തകർക്കണം. അവനെ നമുക്ക് പിടിക്കണം. അവനെ എന്റെ മുന്നിൽ എത്തിച്ചു തരണം. ഡോക്ടർ വിൻസെന്റ് മാത്യു, താങ്കൾക്ക് അതിന് കഴിയും. ഞാനൊരു ഡോക്ടർ മാത്രമാണ്, എനിക്ക് എങ്ങനെ അത് കഴിയും? കഴിയും. ഇനി നിങ്ങൾ ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ഇനി മുതൽ ഈ ഹോസ്പിറ്റലിൽ ഒരാൾ പോലും ഞങ്ങളറിയാതെ വരാനോ പോകാനോ പാടില്ല. ഈ കോമ്പൗണ്ട് മുഴുവൻ 24 മണിക്കൂറും CCTV ക്യാമറ നിരീക്ഷണത്തിലായിരിക്കണം. ഓരോ മുക്കും മൂലയും അരിച്ചു പറക്കണം. സംശയകരമായ എന്തെങ്കിലും തോന്നിയാൽ ഉടൻ ഞങ്ങളെ വിവരം അറിയിക്കണം. സാർ, ഇത്രയൊക്കെ ചെയ്യാൻ സാർ ഞങ്ങളെ ആരെയെങ്കിലും സംശയിക്കുന്നുണ്ടോ? ഉണ്ട്. സംശയിക്കുകയല്ല, ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. അസം ഫിത്തൂർ എന്ന കൊടും ഭീകരൻ ഇപ്പോൾ ഈ സ്ഥാപനത്തിനുള്ളിലാണുള്ളത്. യെസ്, ആരാണയാൾ? അതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഞാൻ പറഞ്ഞിരുന്നില്ലേ, അസം ഫിത്തൂർ എന്ന പേര് മാത്രമേ നമുക്കറിയൂ. അവന്റെ രൂപമോ പ്രായമോ ഒന്നും ലഭ്യമല്ല. ഞാൻ ഒന്നുകൂടി തെളിച്ചു പറയുന്നു, അവൻ നമ്മളെയൊക്കെ സമർത്ഥമായി കബളിപ്പിക്കുകയാണ്, ഒരു ഭ്രാന്തനായി അഭിനയിച്ചുകൊണ്ട്. ഇവിടെയുള്ള 40 രോഗികളിൽ ഒരാൾ അവനാണ്, കൊടുംഭീകരനായ അസം ഫിത്തൂർ. നോ, അത് പാടില്ല. ഒരുപക്ഷെ അവന്റെ ആളുകൾ പുറത്തു കാണും. അവന്റെ പ്ലാൻ ആദ്യം തകർക്കണം, എന്നിട്ട് അവനെയും പിടിക്കണം. നിങ്ങൾ ഇത് അറിഞ്ഞതായി ഭാവിക്കരുത്. ഓരോരുത്തരെയും നിരീക്ഷിക്കുക. സംശയകരമായ എന്തെങ്കിലും തോന്നിയാൽ ഉടൻ ഞങ്ങളെ വിവരം അറിയിക്കണം. ഈ സ്ഥാപനത്തിന് ചുറ്റും ഞങ്ങളെ ആളുകൾ കാവലുണ്ട്. നിങ്ങൾക്കിത് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. ഓർക്കുക, ആയിരക്കണക്കിന് ജീവൻ വെച്ചുള്ള കളിയാണിത്. മരണവും ജീവിതം വെച്ചുള്ള ചൂതുകളി. ഈ കളിയിൽ നമുക്ക് വിജയിച്ചേ പറ്റൂ. നമ്മൾ കളി ആരംഭിക്കുകയാണ്. ഹലോ, യെസ്, അതെ സാർ. ഞങ്ങൾ ഇവിടെ CCTV നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സംശയകരമായിട്ടൊന്നും കണ്ടില്ല സാർ. ഇതൊരു പക്ഷേ തെറ്റായ ഇൻഫർമേഷൻ ആയിരിക്കല്ലോ. ശരി സാർ. എന്റെ
തുടങ്ങാന്നേ ഒരു സിനിമയുടെ തീവ്രവാദിയുടെ വേഷ. അതൊന്ന് ചെയ്തു നോക്കിയതല്ലേ? എങ്ങനെ ഉണ്ടായി സാറിന്റെ അഭിനയം? ഒന്ന് പോടാ മുതുപുരാന്ത. മനുഷ്യനിവിടെ തീ ചെന്നിരിക്കുമ്പോഴാണ് അവന്റെ ഒരു അഭിനയം. എന്റെ കൃഷ്ണ, എന്റെ പ്രഷർ കയറി ഞാനിപ്പോ ചത്തേനെ. എന്റെ പൊന്നു സാറേ, ഒന്നും പറയണ്ട. ആ പവൻകുമാറില്ലേ, അവനൊരു തീവ്രവാദിയുടെ വേഷത്തിൽ വന്ന് എന്നെ വല്ലാതെ ഭയപ്പെടുത്തി. എന്റെ സാറേ, ഒന്നും പറയണ്ട. ഇനി ചിലപ്പോ അവനായിരിക്കുമോ ആ നശിച്ച തീവ്രവാദി? അതിന് ചാൻസ് ഇല്ല. എങ്കിൽ അവനൊരു തീവ്രവാദിയുടെ വേഷത്തിൽ വരില്ലായിരുന്നു. അത് സംശയത്തിനിട വരുത്തില്ലേ? ഏതായാലും ഇക്കാര്യം താങ്കൾ ആ ഇൻസ്പെക്ടർ ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. നമ്മൾ ഒരു സംശയവും ബാക്കി വെച്ചേക്കണ്ട. പിന്നെ മറ്റെന്തെങ്കിലും പുതിയതായിട്ടുണ്ടോ? വേറെ ഒന്നുമില്ല സാർ. കഴിഞ്ഞ കുറെ ദിവസങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ഞാൻ പരിശോധിക്കുകയാണ്. സംശയകരമായിട്ടൊന്നും കണ്ടില്ല. ഞാൻ ഈ ആശുപത്രിയിലെ എല്ലാ രോഗികളുടെയും മെഡിക്കൽ ഡാറ്റ പരിശോധിച്ചു. പക്ഷേ അവരുടെ ഇടയിൽ ഒരു ടെററിസ്റ്റിന്റെ സാന്നിധ്യം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഒരു ടെററിസ്റ്റ് പല വേഷത്തിലും വരാം, പക്ഷേ ഒരു ഭ്രാന്തന്റെ വേഷത്തിൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. ഒരു പക്ഷേ എന്നേക്ക് തെറ്റുപറ്റിയതാണെങ്കിലോ? മിസ്റ്റർ മേനോൻ, നമുക്കാണ് തെറ്റുപറ്റാൻ സാധ്യത. അവർ സാധാരണ പോലീസല്ല. ഇനിയുള്ള ഓരോ നിമിഷങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. CCTV ദൃശ്യങ്ങൾ നമ്മൾ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? നിങ്ങൾ ഇവിടെ തൂപ്പ് ജോലിക്ക് വന്നല്ലേ? എന്നിട്ടാണ് അവിടെ പാട്ടും കുത്തുമായിട്ട് നടക്കുന്നത്. സാറേ, എന്റെ ഇന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞു. ജോലി സമയം കഴിഞ്ഞു. ഞാൻ നാടൻ പാടി രോഗികളെ സുഖപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് സാർ. പാട്ടുപാടി ചികിത്സയൊക്കെ നമുക്ക് പിന്നീടാവാം. പെണ്ണമ്മേ, നിങ്ങൾ ആ സ്റ്റോർ റൂമിലേക്ക് ചെന്ന് എല്ലാം അടിച്ചുവാരി വൃത്തിയാക്കിയിട്ട് സംശയകരമായി എന്തെങ്കിലും സംഖ്യയോ ചാട്ട കൊണ്ടാൽ എന്നെ വിവരം അറിയിക്കണം. ചെല്ലേ. സാർ, ഒരു 10 മണി ഞാൻ വീണ്ടും വരും. മേനോൻ, ഞാൻ രോഗികളെ ഒരു പ്രാവശ്യം കൂടി കാണാൻ പോവുകയാണ്. ഒരു അവസാന ശ്രമം. ചിലപ്പോൾ താങ്കൾ പറഞ്ഞതിൽ കാര്യമുണ്ടാവും. ആ പവൻകുമാറിനെ ഞാൻ പ്രത്യേകമായി ഒന്ന് കാണുന്നുണ്ട്. അവൻ്റെ ഇതൊരു പ്രത്യേകതരം കേസാണ്. താങ്കൾ ഇവിടെ എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാനിവിടെ തന്നെയുണ്ട് സാർ. ഓക്കെ.